നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലാണെന്ന ഭക്ഷ്യമന്ത്രി GR അനിൽ പോലും തുറന്നു പറഞ്ഞിരുന്നു. എന്നിട്ടും സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ട് സപ്ലൈകോ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ജനങ്ങൾ ഒരു അക്ഷരം അറിയരുതെന്ന് പോലും. ശ്രീറാം വെങ്കിട്ടരാമനെതിരെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സപ്ലൈകോ വിൽപ്പനശാലകളുടെ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കരുതെന്ന CMD ശ്രീറാം വെങ്കിട്ടരാമൻ പുറത്തിറക്കിയ സർക്കുലറിൽ തുറന്നടിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത്. സ്ഥാപനം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ജീവനക്കാർ അഭിപ്രായ പ്രകടനം നടത്തരുത് എന്നും പറഞ്ഞ CMD ശ്രീറാം വെങ്കിട്ടരാമനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചു. എന്നാൽ അതൊന്ന് കാണണമല്ലോ ശ്രീറാം സാറേ. സപ്ലൈകോയിൽ വരികയും ചെയ്യും, ദൃശ്യങ്ങൾ എടുക്കുകയും ചെയ്യും. സപ്ലൈകോയിലെ ദാരിദ്ര്യം നാടിനെ അറിയിക്കുകയും ചെയ്യും. പാക്കലാം. രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: സപ്ലൈകോ വിൽപ്പനശാലകളുടെ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കരുതെന്നാണ് പുതിയ സർക്കുലർ. സ്ഥാപനം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ജീവനക്കാർ അഭിപ്രായ പ്രകടനം നടത്തരുത് എന്നും CMD ശ്രീറാം വെങ്കിട്ടരാമൻ പുറത്തിറക്കിയ പുതിയ സർക്കുലറിൽ പറയുന്നു. നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നും സർക്കുലറിൽ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വിവിധ വിൽപ്പന ശൃംഖലകളുമായി മത്സരമുള്ളതിനാൽ വാണിജ്യ താൽപര്യം സംരക്ഷിക്കാനെന്ന പേരിലാണ് വിലക്ക്. മാധ്യമങ്ങളെ അടക്കം ആരെയും മുൻകൂർ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കരുതെന്നാണ് സർക്കുലറിൽ പറയുന്നത്. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് റീജിയണൽ മാനേജർക്കും അതുപോലെ ഡിപ്പോ ഔട്ട്ലെറ്റ് മാനേജർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന 13 നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ തുറന്നടിച്ചിരുന്നു. അധികാരത്തിൽ എത്തിയാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ലെന്ന LDF തെരഞ്ഞെടുപ്പ് കാലത്ത് വാക്ക് നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം സമൂഹ മാധ്യമത്തിൽ മുഖ്യമന്ത്രിയും ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഒന്നുകൂടി ഉറപ്പിച്ച് വ്യക്തമാക്കിയിരുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. സപ്ലൈകോയിലെ 13 അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചാൽ പൊതുവിപണിയിൽ അത് കൃത്രിമ വിലക്കയറ്റത്തിന് ഇടയാക്കും. കഴിഞ്ഞ ബജറ്റിന് ശേഷം ഈ ബജറ്റ് വരെയുള്ള സമയത്ത് വെള്ളക്കരം, അതുപോലെ വൈദ്യുതി ചാർജ്, കെട്ടിട നികുതി, ഇന്ധന നികുതി, എല്ലാ സേവനങ്ങൾക്കുമുള്ള സർവീസ് ചാർജ് എന്നിവ കൂട്ടി. കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഉൾപ്പെടെ എല്ലാ തരത്തിലും ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്ന കാലത്താണ് പൊതുവിപണിയിൽ ഇടപെടേണ്ട സപ്ലൈകോയിൽ വില കൂട്ടിയത്. ജനങ്ങൾക്ക് മീതെ ഭീമമായ ഭാരം അടിച്ചേൽപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് നിയമസഭാ നടപടികൾ സ്തംഭിച്ചത്. സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. നിയമസഭാ സമ്മേളനത്തിൽ സപ്ലൈകോയുടെ തകർച്ചയെക്കുറിച്ച് മൗനം അവലംബിച്ച മന്ത്രിയും മുഖ്യമന്ത്രിയുമാണ് അതിന്റെ പിറ്റേ ദിവസം 13 നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.